ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ എമ്പുരാൻ സിനിമയാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റീഎഡിറ്റഡ് വേർഷൻ വരാൻ പോവുകയാണ്. അങ്ങ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യമേ തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ്. ഞാൻ ഈ ചിത്രം കണ്ടയാളല്ല. സിനിമ കാണാതെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നതിനകത്തുള്ള പരിമിതികൾ മനസ്സിലാക്കുമല്ലോ. എന്നിരുന്നാലും ഇന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന നിലയിൽ എനിക്കും എൻ്റേതായ അഭിപ്രായമുണ്ട്. ഒരു സിനിമയെ സിനിമയായിട്ട് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഭരണഘടന എല്ലാ പൗരനും നൽകുന്ന ഒരു അവകാശമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത്. അതിന് ഒരു പ്രശ്നമുണ്ടാകുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് റീഎഡിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അത് വോളണ്ടറി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത് ഒരു ഭീരുത്വമാണെന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതാരും ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല. ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരല്പം മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇത് ആവശ്യപ്പെടാതെ തന്നെ കുറേ പ്രതിഷേധമുണ്ടായപ്പോൾ അതെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണത് മേക്ക് ചെയ്തെന്നുള്ളൊരു പ്രശ്നമുണ്ട്. തന്നെയല്ല, എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എഡിറ്റ് ചെയ്യാനായിട്ട് സ്വയം സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഒരു സന്ദേശം, അത് രാഷ്ട്രീയമാകട്ടെ സാമൂഹ്യമാകട്ടെ, ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുവാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലായിരുന്നു. രാജ്യത്ത് പല പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. അത് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ഒരു അവകാശം കൂടിയുണ്ടല്ലോ ആ സിനിമയുടെ സംവിധായകനായാലും അതിൻ്റെ നിർമ്മാതാവിനായാലും. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് ഒരു അവസരം ഉണ്ടാക്കരുതായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരുമൊക്കെ. ഒരുപക്ഷെ അവർ അതിൻ്റെ വ്യാവസായിക വശം മാത്രമായിരിക്കും കാണുന്നത്. ഒരു രാഷ്ട്രീയ സാമൂഹ്യ സന്ദേശം അവർ നൽകുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിലവർ ഉറച്ചു നിൽക്കണമായിരുന്നു. ലോകമെമ്പാടും ജനാധിപത്യം പുലരുന്ന രാജ്യങ്ങളിലൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ആരും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ എന്തുമാത്രം പ്രശ്നസങ്കീർണമായ വിഷയങ്ങളെ ആസ്പദമാക്കി ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അവിടെ അസഹിഷ്ണുത, അത് നമ്മൾ ക്ലീഷയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പറയാതെ വയ്യ, അത് ഫാഷിസത്തിൻ്റെ പ്രകടഭാവങ്ങൾ തന്നെയാണ്. അത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനു മുമ്പിൽ കീഴടങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഒരുപക്ഷെ ഭയത്തിൻ്റെ സംസ്കാരവും ഒക്കെ അതിനെ പേടിച്ചൊക്കെ ആയിരിക്കും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ 2-3 ദിവസം ഓടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാഴ്ചയോളം ഈ അൺഎഡിറ്റഡ് വേർഷൻ ഓടിയെങ്കിൽ, ഇത്രയും ചർച്ചയായെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മതത്തെ ഇകഴ്ത്തി ഒരു സിനിമാ പ്രമേയം വരുന്നത് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉയർന്നിരിക്കുന്നത്. അങ്ങെന്താണ് കരുതുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇതെൻ്റെ ഔദ്യോഗിക നിലപാടോ സഭയുമായിട്ട് ബന്ധപ്പെട്ട നിലപാടൊന്നും, വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതറ്റം വരെയും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് ഒരിക്കലും ഒരു തടസ്സം വരാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ വിശ്വാസമാണ്. അതിപ്പോൾ ആരെന്ത് ഇകഴ്ത്തിയാലും അതിന് കോട്ടം തട്ടത്തില്ല. അത് കാരണം എൻ്റെ ബോധ്യമാണത്. എനിക്കത് ബോധ്യമുണ്ടെങ്കിൽ ഇകഴ്ത്തലുകൾക്കൊന്നും അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ വിശ്വാസം ഇല്ലാത്തവരാണ് ഇതിനെ പേടിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയിൽ വേണം. സിനിമയിലല്ല, എല്ലായിടത്തും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതൊക്കെ ഇല്ലാതായാൽ പിന്നെ ജനാധിപത്യമില്ല. പിന്നെ അത് ഫാഷിസ്റ്റ് വ്യവസ്ഥിതിയാണ്. അതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായവരും അതിന് വളം വെച്ച് കൊടുക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ, പ്രത്യേകിച്ച് സിനിമയിൽ, അത് ജനാധിപത്യം ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരുമെന്നാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.